കുടിക്കാൻ മാട്ടേനെന്ന് പറഞ്ഞ ഒരു മറ്റേ ഒരു ഷോർട്ട് റീൽസ് വന്നിട്ട് അതിനുശേഷമാണ് മലയാളിയാണെന്ന് പലർക്കും മനസ്സിലായത്. പിന്നെയാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്യണത്. അല്ല, എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ എം എൻ നമ്പ്യാരുടെ മറ്റേ കൊച്ചു സത്യം കുഞ്ഞൻ നമ്പ്യാരുടെ അല്ല ബ്രോമാൻസിൽ എന്തിനാ തേനീച്ച? പോസ്റ്ററിൽ എന്താ തേനീച്ച? പുതിയ എന്തെങ്കിലും ഉണ്ടാക്കി പറ. ആദ്യത്തെ പടം പത്രോസിന്റെ പടപ്പോൾ എന്നുള്ള പടമാണ്. ഞാനും സംഗീതം ഉണ്ടായിരുന്നു, ക്രിയേറ്റീവ് ഡയറക്ടറും. അതെ. ഈ ബ്രോക്കോഡ് എന്ന് പറയുന്ന സംഭവത്തെ പറ്റി എല്ലാവരും പറയുമല്ലോ. അപ്പോ ഈ 10% ഉണ്ട്, 5% 15%. ഭയങ്കര നിഷ്കളങ്കനാണെന്ന് തോന്നുന്നല്ലേ? ഞാനല്ലേ നീ ഇവൻ എന്താ പറയുക? ഞാനല്ലേ തമ്പി ഇതിലെന്താ കട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ചെയ്യാം. എന്തൊക്കെയോ. എന്റെ പേര് ഐശ്വര്യ എന്നാ. ഇതെങ്ങോട്ടിത് പോണേ? ഹായ്, ബ്രൊമാൻസ് മൂവി ടീമാണ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത്. മാത്യു ഉണ്ട്, അർജുനുണ്ട്, മഹിമയുണ്ട്, സംഗീതമുണ്ട്, ശ്യാമുണ്ട്. സ്വാഗതം. നിങ്ങളുടെ ഈ പാട്ടൊക്കെ കണ്ട സമയത്തേക്ക് മറ്റേ കല്യാണ പാട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് വന്ന കമന്റ് ആയിരുന്നു എനിക്ക് രസമായിട്ട് ഫീൽ ചെയ്തത്. സംഭവം എന്താണ് വരികളൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ നല്ല വൈബ് ഉണ്ടെന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരുടെയും ഡാൻസും ഐ മീൻ നിങ്ങളുടെ പോസ്റ്ററിനും ഇതുവരെ വന്നിട്ടുള്ളത് വെച്ചത് ആ പാട്ടിന്നാണല്ലോ. വൻ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പടം ഭയങ്കര എനർജി ഉള്ളൊരു പടമാണോ? പവർ പാക്ഡ് കളർഫുൾ പടമായിരിക്കുമോ? എന്താണ് അർജന്റീന നിന്ന് തുടങ്ങാം? ഉറപ്പായിട്ടും എനർജി ഒരു വൈബ് പടം തന്നെ ആയിരിക്കും. പാട്ടിൽ നിന്നും പോസ്റ്ററിൽ നിന്നും കിട്ടുന്നത് തന്നെയാണ് നമ്മളും ചെയ്തു വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഉറപ്പ് പറയാത്തത് എനർജി ഒന്നും ഇല്ലല്ലോ. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെ നമ്മള് ഡെയിലി ലൈഫിൽ സ്ഥിരം കാണുന്ന, പക്ഷെ സിനിമകളിൽ ഒരിത്തിരി എക്സാജറേറ്റഡ് എന്ന് പറയാവുന്ന ഒരു വിയേർഡായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ചെറിയ വെട്ടുണ്ട്. പക്ഷെ സിറ്റുവേഷനിൽ ഭയങ്കര റിയലിസ്റ്റിക്കലി ആണ് പരിപാടികൾ പോകുന്നത്. അവരൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തും ഒരു പ്രശ്നത്തിലും ചെന്ന് പെടുന്നതും പരിപാടികളൊക്കെ തന്നെയാണ്. ആ എനർജി എന്തായാലും ഉണ്ടാവും. ഈ ബ്രോക്കോഡ് എന്ന് പറയുന്ന സംഭവത്തെ പറ്റി എല്ലാവരും പറയുമല്ലോ. അപ്പോൾ ഈ 10% ഉണ്ട്, 5% 15%. അത് മറ്റൊരു ബ്രോക്കോഡ്. അടിച്ചോണ്ടാ അതൊരു സർബത്താണത്. എന്താണെന്നൊക്കെ അത് ഭയങ്കര നിഷ്കളങ്കനാണെന്ന് തോന്നുന്നല്ലേ? ഇനി നമുക്ക് ബ്രോക്കോഡിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഈ ബ്രോക്കോഡിന്റെ കാര്യത്തില് ഈ ബെഹൻ കോഡ് എന്നും പറയാറുണ്ട്. ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പും മെയിൽ ഫ്രണ്ട്ഷിപ്പും ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. അപ്പോൾ അതിന്റെ നിങ്ങളുടെ വ്യൂ പോയിന്റ് അറിഞ്ഞാൽ കൊള്ളാം. എസ്പെഷ്യലി ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു മെയിൽ ഗ്രൂപ്പിലേക്ക് പുതിയ ഒരാൾ എൻ്റർ ആവാൻ വലിയ സമയമൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വരുന്ന നീ വായോ കമ്പനി ആവാം, നമുക്ക് നൈറ്റ് ഔട്ട് പോകാം, ലൈക്ക് അല്ലെങ്കിൽ കമ്പനി കൂടാൻ പരിപാടിയായിട്ട് നടക്കും. പക്ഷേ ഒരു ഫീമെയിൽ ഗ്രൂപ്പിലേക്ക് ഒരാളെ ഇപ്പോൾ ഒരു 5-6 പേരുള്ളൊരു ഗ്യാങ് ആണെങ്കിൽ അതിലേക്ക് ഒരാൾ എൻ്റർ ആവാൻ കുറച്ചുകൂടി സമയം എടുക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ അങ്ങനെയാണോ? പിന്നെ ഞാൻ മാത്രം ആയതുകൊണ്ട് ആരെയും കയറ്റാറുമില്ല, ഇറക്കാറുമില്ല. മഹിമേനെ ആരും അടുപ്പിക്കാറില്ല ഒരു ഗ്യാങ്ങിലേക്കൊക്കെ? നിങ്ങളുടെ എങ്ങനെയാ? മാത്യുവിന്റെ എങ്ങനെയാ അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിക്ക് പെട്ടെന്ന് ആൾക്കാരെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുമോ? എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ സംഗീതേട്ടനൊക്കെ പരിചയപ്പെടുമ്പോൾ സംഗീതേട്ടൻ, ഈ പടത്തിന്റെ റൈറ്റർ തോമസ് ഏട്ടൻ, എഡിറ്റർ ചമ്മൻ, ഇവര് മൂന്നുപേരും ഭയങ്കര നേരത്തെ പരിചയമുള്ളവരായിരുന്നു. അതിട്ട് ഞാൻ പെട്ടെന്ന് ഇവര് ഭയങ്കര എന്നെ സിംഗ്. അതെ അതെ. എങ്ങനെയാണ് ശ്യാമെല്ലാം? ശ്യാം കൂട്ടത്തില് സീരിയസ് ആളാണ്. ശ്യാമിന് ചോദ്യം മനസ്സിലായില്ല. അല്ല, അങ്ങനെ കൂട്ടുകാരെ അടുപ്പിക്കാറുണ്ടോ? അല്ല, ഞാനും മിങ്കിളാവാറുണ്ട്. എല്ലാ ടൈപ്പ് ഗ്രൂപ്പിലും മിങ്കിളാവുന്ന ഒരാളാണ് ഞാൻ. അത്യാവശ്യം പറഞ്ഞാൽ സൈലന്റ് ഗ്രൂപ്പ് ആണെങ്കിലും ഇവര് ഭയങ്കര എന്റെ എനർജിയുടെ 10 ഇരട്ടി എനർജി ഉള്ളതാണ് ഇവർ ഇരിക്കുന്ന എല്ലാവരും. ഞാൻ കുറച്ച് കൂട്ടത്തിൽ താഴ്ന്നിരിക്കും. പക്ഷെ വേറെ ചില ഗ്രൂപ്പിൽ പോകുമ്പോൾ ഞാനായിരിക്കും ഹൈ എനർജി. അപ്പൊ എല്ലാത്തിലും മിങ്കിളായിട്ട് ഇരിക്കാൻ നോക്കാം. ഇതില് ഞാൻ ശരിക്കും ഞാൻ ഭയങ്കര എനർജി ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ഇവരെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാനൊന്നും അല്ല.
അങ്ങനെയാണോ? നമ്മള് ഇന്റർവ്യൂസിനെ കാണുന്ന സമയത്ത് മഹിമയുടെ എനർജി വൺ ടോപ്പ് ആ ലെവലിലാണ്. ഞാനും അങ്ങനെയാ വിചാരിച്ചേ, ഞാൻ സൂപ്പറാ. പക്ഷെ ഇവരെ കണ്ടപ്പോ മനസ്സിലായി അല്ല. നമുക്ക് ഈ ചില ഫ്രണ്ട്സ് ചിലപ്പോൾ നമുക്ക് ഓരോരുത്തരെ പറ്റിയിട്ട് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ഈ ഒരു 5 പേരുടെ അകത്തുനിന്ന് ആദ്യം കണ്ടപ്പോൾ ഒരു ഇമ്പ്രഷൻ ആയിരുന്നു, പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പം നേരെ ഓപ്പോസിറ്റ് ആയി, അത് മാറി. ഇപ്പം എന്താ പറയുക, ഫസ്റ്റ് ക്ലീഷേ പറയുന്നതാണ്, ഫസ്റ്റ് ഭയങ്കര ജാടയാണ്, നമുക്ക് അടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ മിണ്ടി തുടങ്ങിയപ്പോഴാണ് ഭയങ്കര രസമായിട്ട് കമ്പനി ആവാൻ പറ്റുന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായത്. അങ്ങനെയായിരുന്നു. എന്തായിരുന്നു ഇവരെ പറ്റിയിട്ടൊക്കെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ? അറിയാറുണ്ട് നേരത്തെ തമ്മില്. പക്ഷെ സംഗീതം ഞാൻ വിചാരിച്ചു ഭയങ്കര ജാട സീനായിട്ട് ഇങ്ങനെ മൂക്ക് കുത്തിയതിന്റെ ഒക്കെ ജാടൊക്കെ ഫസ്റ്റ് കണ്ടപ്പോ ഇങ്ങനെ അർജുന അശോകൻ സംഗീത് അർജുൻ എന്ന് പറഞ്ഞോളൂ. അത് ഞാൻ അങ്ങനെ ആയിരുന്നു സംഗീത് പ്രതാപ്. അർജുനിൽ നിന്ന് ചേട്ടാന്നുള്ള വിളിയിലേക്കുള്ള ദൂരമായിരുന്നു ഈ സിനിമ. അതെനിക്ക് എന്താന്ന് അറിയാം, സംഗീതട്ട വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര താങ്ങലായിരുന്നു. ഇനി ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് തോന്നിയിട്ടുണ്ടോ നിങ്ങളിപ്പോ ഫസ്റ്റ് ഒരു ഇംപ്രഷന് ഭയങ്കര വ്യത്യാസം തോന്നിയത്? എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. ഇവരെ പറ്റിയിട്ടൊക്കെ എന്തായിരുന്നു ആദ്യം, മഹിമേനെ പറ്റിയിട്ട് ആദ്യം എന്താ തോന്നിയത്? മഹിമത്ത് തോന്നുന്നില്ല, ഞങ്ങൾ ആ ഏരിയയിലേക്ക് എടുക്കാറുണ്ട്. ആരും അടുപ്പിക്കില്ലല്ലോ അല്ലേ? അടുപ്പിക്കാറുമില്ല, അങ്ങോട്ട് പോവാറുമില്ല. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഇവരാരുമായിട്ട് ഞാൻ ഇത്രയധികം സിങ്ക് ആവും ജെല്ലാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം ഞാൻ പൊതുവെ ഒരു സെറ്റിൽ പോയാൽ അത്രയും ആരുമായിട്ടും പിന്നെ ഷൂട്ടിന് ശേഷം മറ്റേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, കോൾ ചെയ്യുക, സംസാരിക്കുക, അങ്ങനെയുള്ള പരിപാടി എനിക്കില്ല. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഞാൻ ഇവരുമായിട്ട് ഇത്ര കൂട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ആദ്യത്തെ ഒരു 3-4 ദിവസം വരെ പഴയ സ്വഭാവമായിരുന്നു. അതിനുശേഷം സൂപ്പറായി. ഇവള് പക്ഷെ കമ്പനി കൂടുമ്പോഴും ഞങ്ങൾക്ക് വാണിംഗ് വരുമായിരുന്നു, നിങ്ങൾ എന്റെ കമ്പനി കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, ഇതൊക്കെ ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ നിർത്തും. പറഞ്ഞിട്ടില്ല ഇവള് അങ്ങനെ സംഗീതം പറഞ്ഞേ സംഘോ പറഞ്ഞേ നമ്മുടെ ജീവിതത്തിൽ എന്താണ് തേടുന്നത്? അല്ല, പിന്നെ ഈ മാത്യു നേരത്തെ 18+ ഒരു മറ്റേ കല്യാണ ഡാൻസും പരിപാടിയുടെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് ഈ 5 പേരിലിരിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു 3 പേര് പാട്ടുകാരാണ്. ശ്യാം, അർജുന അശോകൻ, മഹിമയ്ക്ക് പാടുന്ന ആൾക്കാർ. സംഗീത പാടും. ഞാൻ പാടും. സംഗീത പാടുന്നത് അങ്ങോട്ട് പോയി അവാർഡ് വിന്നിങ് എഡിറ്ററാണ് ഇരിക്കുന്നത്. ഞാനത് പറഞ്ഞു ഓറാക്കണമെന്ന് തിരിച്ചു. സ്റ്റേറ്റ് അവാർഡ് മാത്യു അഭിനയിക്കുന്ന പോകുന്നു, പറയാനില്ലല്ലോ, കിട്ടുന്നില്ല. വിജയ് സാറിന്റെ പടത്തില്, ധനുഷ് സാറിന്റെ പടത്തില് മാത്യു മറ്റേ നമ്മള് മറ്റേ 18+ സമയത്ത് ചോദിച്ചപ്പോ അടാറ് ഡാൻസർ ആണെന്നാണ് വിചാരിച്ചു. അല്ല, പാട്ട് കണ്ടപ്പോഴും പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഈ കല്യാണപ്പഴ കുറെ സ്റ്റെപ്പും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഈ ഡാൻസ് കളിക്കുക എന്നുള്ളത് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? ശരിക്കും ചെറിയ സ്റ്റെപ്സ് ഉണ്ടാവുന്നല്ലേ പറഞ്ഞോളൂ, ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കല്യാണം അങ്ങനെയുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ അധികം ഡാൻസ് ചെയ്യേണ്ടതില്ലെന്നാണ് ഞാൻ വിചാരിച്ചേ. അവിടെ പോയ ശേഷം ശോഭി മാസ്റ്റർ ഒക്കെ വന്ന് പിന്നെ കാണിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. ഇതൊക്കെ ഞെട്ടിപ്പോവും. പിന്നെ ഞങ്ങള് ഞെട്ടിക്കൊണ്ട് അങ്ങനെ കണ്ടിന്യൂ. അച്ചേട്ടനാണ് ഏറ്റവും അടിപൊളി ഹാർഡ് വർക്കർ. ഓർമ്മയുണ്ടോ ആ മറ്റേ ആദ്യം വരുന്നത്? ഞങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോ 5 മിനിറ്റിലാണ് പഠിച്ചു. തുപ്പിട അടിച്ചോണ്ട് അത് കണ്ടില്ല, അത് പറയൂലായിരുന്നു. അല്ല, അത് തുപ്പിയാലും അത് അടിപൊളിയായിട്ട് ചെയ്തു. അതെ, അത് പറയണല്ലോ. അതെ അതെ. ഇനി അർജുന അശോകന് ഡാൻസ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള പരിപാടിയാണോ? പിന്നെ ഇതിനകത്ത് ഇപ്പം റൊമാൻസിനെ പറ്റിയിട്ട് നിങ്ങളുടെ ക്യാരക്ടേഴ്സിന് കുറച്ചൊരു എക്സെൻട്രിക് ലെവലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ശ്യാമിന്റെ കഥാപാത്രത്തിൽ ഞാനിത് മറന്നുപോയി, അമൽ ഡേവിസും ആദ്യം ഇത്രയും കൂട്ടത്തിലിരിക്കുന്നത് ഇങ്ങനെ ഈ പടത്തിൽ നിങ്ങൾ കമ്പനിയാണോ രണ്ടുപേരും? അതൊരു അത് ഇത് റൊമാൻസിന്റെ ലാസ്റ്റ് ഇറങ്ങിയൊരു പോസ്റ്ററിൽ റൊമാൻസ് എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോ ഇംഗ്ലീഷ് ആണല്ലോ. അപ്പം അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രേമലു 2 ആണെന്ന് വിചാരിച്ച് നോർത്ത് ഇന്ത്യൻസിന്റെ തെലുങ്ക് ആൾക്കാരുടെ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, പ്രേമലു 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് ഇതൊരു സർപ്രൈസ് എന്തിനത് പറഞ്ഞത്? അല്ല, ഞങ്ങളുടെ പരിപാടികളുണ്ടാവും. അത്ര ഇപ്പൊ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പേര് ഷബീർ അലി എന്നാണ്. എന്റെ ബിൻഡോ. എന്റെ പേര് ഐശ്വര്യ, ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ഇത് ബിൻഡോ, ഇത് ഷിൻഡോ. ഞാനും ബിൻഡോ. ഓ, നിങ്ങൾ രണ്ടുപേരാണ്. ഓ ശേ,
ഞങ്ങളെ ഞാൻ ഇങ്ങനെ ഒരു ഇരട്ടകളാന്ന് ഓർത്തോളാം. ചേട്ടൻ തന്നെയാണെന്ന് വിചാരിച്ചാ അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. അത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ല. ഇനി ഇവര് ചേട്ടൻ തന്നെയാണെന്ന് വിചാരിച്ചാ. ആ തമാശ തന്നെ തമാശ. ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ചേട്ടനായിരുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റേ വിജയ് കണക്ഷന്റെ കുറെ സംഭവങ്ങൾ വരാറുണ്ടല്ലോ. അല്ലല്ലോ ചേട്ടനാണ്. ഇവിടെ മറ്റേ വിജയുടെ കുറെ എന്തായാലും ലിയോയും ബാക്കിയെല്ലാം വെച്ചിട്ട് കുറെ കണക്ഷൻസും പിന്നെ ഫേസ് കട്ട് അങ്ങനത്തെ സാധനങ്ങളും അതൊക്കെ വരാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ പടം ഇറങ്ങിയത് സോഷ്യൽ മീഡിയ കണക്ഷൻ. നിങ്ങൾ ഈ മറ്റേ വിജയുടെ ഈ ഫേസ് ആയിട്ടുള്ള സാമ്യം അതിന്റെ ട്രോൾസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണലും അല്ലെങ്കിൽ തപ്പി പിടിക്കലൊക്കെ ഉണ്ടോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അയച്ചു കൊടുക്കൽ ആ പരിപാടിയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടോന്നോ നിനക്ക് നമ്മൾ കാണണ്ടാന്ന് വിചാരിച്ച് മാറി നടക്കുന്ന പോലും അയച്ചു കാണിക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാം കണ്ടിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പം ശ്യാമിൻ്റെ റീസെൻ്റ്ലി റിലീസായത് എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ നേരത്തെയും കണ്ടപ്പോൾ പറഞ്ഞു. അപ്പോൾ ആ പടം ഒരു ക്രിസ്മസിൽ വേറെ കുറേ സിനിമകളുടെ കൂടെ വന്നത്. അപ്പം ഇച്ചിരി പോയിന്റിന് ശേഷമാണ് ആൾക്കാർ ആ മൂവിയിലേക്ക് എത്തിയത്. അതൊരു ഗംഭീര സിനിമയും ആയിരുന്നു. പക്ഷെ അതിന് വേണ്ട ഒരു റെക്കഗ്നേഷൻ കിട്ടിയില്ല. പക്ഷെ നമ്മൾക്ക് ശ്യാമം അന്ന് ഒപ്പുണ്ടായിരുന്ന എല്ലാവരും ആ സ്ക്രിപ്റ്റിൽ ഭയങ്കര കോൺഫിഡൻസിലാണ് സംസാരിച്ചത്. എല്ലാവർക്കും എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു. അപ്പം ഈ സിനിമ നമുക്ക് ഭയങ്കര ഉറപ്പുണ്ടാവുമല്ലോ ചില സ്ക്രിപ്റ്റുകൾ പെർഫോം ചെയ്യുമെന്ന്. എല്ലാ സിനിമേനെ സംബന്ധിച്ചും അങ്ങനെയായിരിക്കും. പക്ഷെ ചില സിനിമകളെ സംബന്ധിച്ച് നമുക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ഫീൽ ചെയ്യുമല്ലോ. അപ്പം അതിലേക്ക് എത്താതാവുമ്പം ആ ഒരു പോയിന്റിന് എങ്ങനെയാ? പിന്നെ ശ്യാമിൻ്റെ ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു. അപ്പം നമ്മൾ അതിനെങ്ങനെയാ ഡീൽ ചെയ്യുക? ഞാനത് ആദ്യത്തെ പടം തൊട്ട് ഡീൽ ചെയ്യാൻ പഠിച്ചു. നമ്മുടെ ആദ്യത്തെ പടം പത്രോസിന്റെ പടപ്പോൾ എന്നുള്ള പടമാണ്. ഞാനും സംഗീതം ഉണ്ടായിരുന്നു. ക്രിയേറ്റീവ് ഡയറക്ടറും. അതെ. അപ്പൊ അതിൽ ഓഡീഷൻ സമയം തൊട്ട് സംഗീതനെ കണ്ടൊരു പരിചയമുണ്ട്. അപ്പൊ ആ പടത്തിൽ എനിക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ വർക്കായില്ല. അപ്പം അതായത് ഞങ്ങൾ ആ സമയത്ത് ഈ സിനിമയ്ക്ക് മുമ്പ് എല്ലാം പുതിയ ആളുകളായതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാരെ വിളിച്ച് കാണിക്കുമായിരുന്നു പ്രിവ്യൂ ഒക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ഒക്കെ പ്രിവ്യൂ കാണുമ്പോഴും ഞാൻ എല്ലാ പ്രിവ്യൂവിനും എഡിറ്റർ ആയതുകൊണ്ട് കൂടെ പോകേണ്ടിയും വരും ഇത് കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ റിയൽ ആയിട്ട് ചിരിക്കുന്നത് കാണുമായിരുന്നു ആൾക്കാർ. അപ്പൊ അത് ഫേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനമുള്ളൂ. ബാക്കി പടം കഴിഞ്ഞിട്ട് ആ നല്ല പടമാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. അപ്പൊ ചിരി കണ്ടുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു അടിക്കും. അപ്പൊ അതങ്ങനെ അടിച്ചില്ല. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടി. പിന്നെ പ്രേമല് വന്നപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറം അടിച്ചു. അപ്പൊ ഈ 2 സ്റ്റേജും കിട്ടി. ഞാൻ അങ്ങനെ അധികം പടം ചെയ്തിട്ടില്ലെങ്കിൽ പോലും 2 സ്റ്റേജും ഏകദേശം കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇഡിയിൽ ഇങ്ങനെ ഒരു ഞാനിപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഒരു പടം വരുമ്പോൾ ഓക്കെ എന്നുള്ളൊരു ലൈനിൽ അടിക്കുന്നെങ്കിൽ അടിക്കട്ടെ, അടിച്ചില്ലെങ്കിൽ ഓക്കെ അടുത്ത പടം എന്നുള്ള ലൈനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഡി പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു. ഈ പറഞ്ഞ റെസ്പോൺസ് കണ്ടവരൊക്കെ ഭയങ്കര വിപിൻ ദാസ് ചേട്ടനൊക്കെ കണ്ടിട്ട് ഭയങ്കര റെസ്പോൺസ് പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് തിയേറ്ററിൽ അത്രയ്ക്കൊരു റെസ്പോൺസ് കിട്ടിയില്ലായിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ നമ്മളൊരു ന്യൂട്രൽ ലൈനിൽ പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഇല്ല. ഈ എഡിറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോഴേ എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമ ഉണ്ടാവുക എന്നാണല്ലോ പൊതുവെ പറയുന്നത്. മറ്റേ സെക്കൻഡ് ഡയറക്ടറാണ് പടത്തിന്റെ. ഇപ്പൊ ഈ ഒരു റൗണ്ട് ടേബിൾ അതിന് മുമ്പത്തെ റൗണ്ട് ടേബിളിലൊക്കെ വെട്രിമാറിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട എഡിറ്ററിന്റെ അടുത്തേക്ക് നമ്മൾ ഈ വിഷ്വൽസും മൊത്തം സംഭവങ്ങളായിട്ട് ചെല്ലുന്ന സമയത്ത് എഡിറ്റർ കൃത്യമായിട്ട് പറയും, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും, ഇത് നടക്കില്ല, ഈ പരിപാടി സെറ്റ് ആവുന്നുള്ളത് അങ്ങ് വെട്ടിക്കളയാൻ പറയും. പക്ഷേ ഡയറക്ടർക്കും ചിലപ്പോൾ ക്യാമറ പേഴ്സണൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഷോട്ടായിരിക്കും, ആക്ടറിനും ചിലപ്പോൾ നല്ല പെർഫോം ചെയ്തിട്ടുള്ള ഷോട്ടായിരിക്കും, പക്ഷേ എഡിറ്ററിന് സിങ്ക് ആവില്ല എന്ന് തോന്നും. ഇപ്പോൾ സംഗീതം എങ്ങനെയാണ് ഇപ്പോൾ എഡിറ്റേഴ്സും ഈ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ? ഇങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയൂ അല്ലെങ്കിൽ എങ്ങനെയാ? സ്വന്തം സീൻ വെട്ടിക്കളഞ്ഞിട്ടുള്ള ആളാ ലിറ്റിൽ മിസ് റാവത്തറില് സ്വന്തം സീൻ അല്ല, ആക്ച്വലി നമ്മളൊരു എന്താ പറയണം ഫസ്റ്റ് ഓഡിയൻ പോലെയൊക്കെയാണ് എഡിറ്റിൽ വരുമ്പോൾ. കാരണം സ്ക്രിപ്റ്റിലും ഈവൻ ഷൂട്ടിലുണ്ടെങ്കിൽ പോലും വേറൊരു പുതിയ പെർസ്പെക്റ്റീവിൽ ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്ന ഓഡിയനെ പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം കാണുന്ന എഡിറ്റർ ആയിരിക്കും. ഡയറക്ടർ കാണുന്നതിന് മുമ്പ് പോലും നമ്മളായിരിക്കും ആദ്യം മിക്ക സ്ഥലങ്ങളിലും സ്പോട്ട് എഡിറ്റിലൊക്കെ കാണാറുണ്ട്. സ്റ്റിൽ ഒരു സിനിമയുടെ എല്ലാ ഫോമെല്ലാം കഴിഞ്ഞൊരു ഫസ്റ്റ് സിനിമ കാണുന്നത് നമ്മളായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇത് കാണാൻ പറ്റും. ഇപ്പോൾ അതിലെ പെർഫോമൻസിലെ ഹൈയോ അതിലെ ഫ്രെയിമിൻ്റെ ഭംഗിയോ ഒന്നും അല്ലാതെ അതൊരു സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ വർക്കാവാത്ത സാധനങ്ങൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയും. ഉറപ്പായിട്ടും അവർക്ക് അതിനോട് എതിരഭിപ്രായങ്ങളായിരിക്കും മിക്ക സമയങ്ങളിലും വരാറ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്കും കൺവിൻസ് ആവും. ഇതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള റീസൺസ് വെക്കുമ്പോൾ അവർക്കും മനസ്സിലാവും. അപ്പം അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഒരു ജംഗ്ഷൻ പോയിന്റ് ആണ് എഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് മ്യൂസിക്കിലോട്ടും സൗണ്ടിലോട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലോട്ടും പോകുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ലാസ്റ്റ് സ്ഥലം എന്നൊക്കെ പറയാം. ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിലോ നടക്കുമെങ്കിലും ഒരു ഫൈനൽ ഔട്ട്പുട്ടിന്റെ ഒരു ഫൈനൽ ജംഗ്ഷൻ നമ്മളുടെയാണ്. അപ്പം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇങ്ങും നടക്കില്ല.
അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ മഹിമ ഫസ്റ്റ് കാര്യസ്ഥന് ശേഷം പിന്നെ അധികവും തമിഴ് സിനിമകളിലേക്കാണല്ലോ കുറേ നല്ല നല്ല പടങ്ങൾ വന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ചും കൂടെ നല്ല നല്ല മലയാളം മൂവീസ് വരുന്നു, ബാക്ക് ടു ബാക്ക് വരുന്നു. ഈ തമിഴ് സിനിമയിലേക്ക് യൂഷ്വലി നമ്മൾ കാണാൻ മലയാളത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, അതിന് ശേഷം ബാക്കി ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി വരുന്നു, പിന്നെ അവിടെ ബാക്ക് ടു ബാക്ക് പടങ്ങൾ വരുന്നു. പലപ്പോഴും അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷെ മമ്മിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അതങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ വേണോന്ന് അല്ല, ഞാൻ പ്ലാൻ ചെയ്തല്ല. ഞാൻ ആദ്യം കാര്യസ്ഥൻ ചെയ്യുന്നു. ഞാൻ സഹിക്കും. അല്ല, ആദ്യം ഞാൻ കാര്യസ്ഥൻ ചെയ്യുന്നു. അപ്പൊ 9th 10th പഠിക്കുന്ന സമയത്ത് പ്ലീസ് ഇവിടെ പറഞ്ഞ സത്യം. എന്നിട്ട് എന്തായിരുന്നു, അത് കഴിഞ്ഞ് അവിടെ എന്റെ ഫോട്ടോസ് കണ്ടിട്ടാണ് ആദ്യത്തെ തമിഴ് സിനിമയിൽ വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ തമിഴ് സിനിമ സാട്ടൈ എന്ന് പറയുന്ന സിനിമ പ്രഭു സോളമൻ സമുദ്രകനി സാറൊക്കെ ചെയ്ത സിനിമയായിരുന്നു. അതവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായി. അപ്പൊ പിന്നെ അതിനുശേഷം കണ്ടിന്യൂസ്ലി തമിഴിൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു. അപ്പൊ തമിഴ് എഴുതും വായിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പലരും വിചാരിച്ചത് ഞാൻ തമിഴിൽ അവിടുത്തെ കുട്ടിയാന്നാ വിചാരിച്ചത്. അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ മലയാളിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ടായിരിക്കും തമിഴിൽ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് മൂവീസ്. അല്ല, എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എം എൻ നമ്പ്യാരുടെ മറ്റേ കൊച്ചു സത്യം കുഞ്ഞൻ നമ്പ്യാരുടെ പാളെന്ന് എത്ര കൗണ്ടറിന് ഞാൻ കൂട്ടി വന്നിട്ടുണ്ടോ? ചപ്പാത്തി കൗണ്ടറല്ലേ ഇവന്റെ, എന്താ ചാരം കൂട്ടി അടിക്കടാ. എന്തായിരുന്നു അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ കുടിക്ക മാട്ടേനെ എന്ന് പറഞ്ഞ ഒരു ഷോർട്സ് റീൽസ് വന്നിട്ട് അതിനുശേഷമാണ് മലയാളിയാണെന്ന് പലർക്കും മനസ്സിലായത്. പിന്നെയാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്യണത്. അല്ല, അതിനുശേഷം എന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കാണുമായിരിക്കും, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലോ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലോ ചെക്ക് ചെയ്ത് കാണുമായിരിക്കും. അങ്ങനെ ആയിരിക്കും മലയാളിയാണെന്ന് മനസ്സിലാക്കി. പിന്നെയാണ് ഞാൻ മാസ്റ്റർ പീസ് ചെയ്തത്. മാസ്റ്റർ പീസ് മധുരരാജ ചെയ്ത് പിന്നെ അഗൈൻ ഐ വെന്റ് ബാക്ക് ടു തമിഴ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആർട്ടിസ്റ്റിന് ശേഷം പിന്നെ മലയാളത്തില് ലിറ്റിൽ ഹാർട്സ്. ഈ നമ്മളിപ്പോൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മലയാളത്തിൽ തന്നെ ആക്ട്രസ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് തന്നെയായിരുന്നോ, അതോ ഈ പറഞ്ഞ പോലെ? അങ്ങനെയൊന്നുമില്ല, മലയാളത്തിൽ തന്നെ ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മലയാളത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം തമിഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് നല്ലൊരു പ്രോജക്റ്റ് മലയാളത്തിൽ വരുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ വരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മലയാളമായാലും തമിഴായാലും തെലുങ്കായാലും ആഫ്റ്റർ ഓൾ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ആർട്ട്. അത് ഏത് ലാംഗ്വേജ് ആയാലും എൻഡ് ഓഫ് ഡേ ഇതെല്ലാം എനിക്കറിയാം. എന്ത് പറയാനും സിനിമയാണല്ലോ ഏത് ലാംഗ്വേജിലാണെങ്കിലും. സോ ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. ഓക്കെ. എന്ത് കന്നഡ ആയാലും തെലുങ്കായാലും തമിഴായാലും കന്നഡ വിട്ടുപോയതുകൊണ്ട് ബംഗാളിയായാലും ഹിന്ദി ആയാലും. അർജുൻ അശോകൻ എങ്ങനെ ഇപ്പൊ മലയാളത്തിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തു, ഇനി മറ്റ് ഭാഷകളിലേക്ക് പലരും പോവുകയും വെബ് സീരീസുകളൊക്കെ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് അങ്ങോട്ടൊക്കെ വെഞ്ചർ ചെയ്യണം എന്നുള്ളൊരു തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളം മാത്രമാണോ? അല്ല, എന്നാലും ആഗ്രഹം അങ്ങനെ ഒന്നും ആഗ്രഹമുണ്ട്, വിളിക്കണല്ലാരും. അല്ല, ഇപ്പൊ തമിഴ് തമിഴല്ല തെലുങ്കായിരുന്നു, കന്നഡയും വന്നുണ്ട്, ബംഗാളി പഠിച്ചോണ്ടിരിക്കുന്ന ഉച്ച ക്ലാസ് ഉണ്ട്, ട്യൂഷൻ. ഇപ്പം നമ്മൾ നേരത്തെ ഒരു സമയത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ ഓസ്ലർ മൂവിയിലുള്ള ആ ഒരു ക്ലൈമാക്സ് ഷോട്ടിന്റെ സമയത്തുള്ള ഒരു സീനിനെ പറ്റിയിട്ട്. അപ്പം അത് നമ്മുടെ ഓഡിയൻസിനും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റും അതൊരു ക്ലോസ് ഷോട്ടിൽ വെക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ പല ഒരു സിനിമകളെയും പറ്റിയിട്ട് ഉള്ളൊരു എനിക്കൊന്ന് അദ്വൈതത്തിൻ്റെ അങ്ങോട്ട് ലാസ്റ്റ് ഷോട്ട് അത് കുറച്ച് ലെങ്തി ഷോട്ടാണ്. അത് ഒരു ക്ലോസ് ഷോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സീനിൽ വേറെ ഒന്നും ഇല്ലാതെ ഒരു ഡയറക്ടർ ഒരു നടൻ്റെ മുഖം മാത്രം വെക്കണമെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആ നടനിലും അയാളുടെ ആക്ടിങ്ങിലും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഓസ്ലറിൻ്റെ ആ ഒരു സ്പേസിലെത്തുമ്പോഴും പെട്ടെന്നൊരു ലാസ്റ്റ് ഏറ്റവും ഇമ്പാക്റ്റ് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഒരു ഡയറക്ടർ ഒരു അത്രയും ക്ലോസ് ഷോട്ട് അത്രയും സംഭവം നമ്മളിൽ തരിക എന്ന് പറയുമ്പോൾ അത് അർജുൻ അശോകൻ ആ ഒരു മൊമെന്റിൽ എത്രത്തോളം കോൺഫിഡൻസ് തന്നായിരുന്നു, അതോ നെർവസ് ആയിരുന്നു ആ ഒരു സീനിൽ? നെർവസ് ആയിരുന്നു ആക്ച്വലി. കാരണം നമ്മളൊരു പടത്തിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് നേരത്തെ സംസാരിച്ചായിരുന്നു തന്നെ, നമ്മൾ 2-3 ദിവസമൊക്കെ എടുക്കുമെന്ന് ട്രാക്കിലാവാനും ഇവരായിട്ടൊന്ന് സിങ്ക് ആവാനൊക്കെ ആയിട്ട്. ഇത് ഒറ്റ ദിവസത്തെ ഷൂട്ട്, ഹാഫ് ഡേ ഷൂട്ടായിരുന്നു മൊത്തം.
അപ്പോൾ അതിന് മുമ്പ് പക്ഷേ മിഥുൻ ചേട്ടൻ എനിക്ക് 5-ാം പാതിരയിൽ വിളിച്ചിട്ട് എനിക്ക് ഡേറ്റിൻ്റെ ഇഷ്യൂ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പടത്തിൽ എന്തായാലും പോകണം, അപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഒക്കെ ഉണ്ടാക്കി ഹാഫ് ഡേ പിടിച്ചിട്ട് ഞാൻ പോയി. പക്ഷെ അതിനു മുമ്പ് മിഥുൻ ചേട്ടൻ എനിക്ക് ക്ലിയർ പിക്ചർ തന്നിട്ടുണ്ടായി എന്ത് ടൈപ്പാണ് ഈ ക്യാരക്ടർ. ഇപ്പോൾ ഒരു പടം, ഒരു ഇംഗ്ലീഷ് മൂവി നേരത്തെ അയച്ചു തന്നിട്ടുണ്ടായി, ഇതിൻ്റെ ഒരു മാനറിസം ഉള്ളൊരു ക്യാരക്ടറായിരിക്കും, ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിനക്കൊരു പരിപാടി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി അത്യാവശ്യം നല്ലൊരു രീതിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മൂപ്പര് പറഞ്ഞു തന്ന് ക്ലിയർ, അവർക്ക് തന്നെ ഒരു ക്ലിയർ പിക്ചർ ഉണ്ട് ഈ ക്യാരക്ടർ എന്താണ്, എങ്ങനെ വേണം എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് അവർ ട്യൂൺ ചെയ്യണം. ഇപ്പം 18+ലാണല്ലോ ഒരു കലിപ്പൻ സഖാവ് വേഷത്തിൽ വരുന്നത്. അപ്പോൾ അതുവരെ കണ്ട മാത്യുവിൻ്റെ മറ്റു വേഷങ്ങളിൽ നിന്നൊക്കെ ഇപ്പം ഇമോഷണൽ സീനുകൾ ഇപ്പോൾ ഫസ്റ്റ് മൂവി തൊട്ടേ അത് ചെയ്യുന്നുണ്ട്. പിന്നെ അധികം വേഷങ്ങളിൽ കുറച്ച് തമാശ കലർന്ന റോളുകളാണ് വന്നത്. പക്ഷേ 18+ വരേണ്ട സമയത്തും ഈ കലിപ്പൻ വേഷം ആദ്യത്തിലൊരു ഇത്രയായിരിക്കും എന്ന് പറയുന്ന സമയത്ത് കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, ഇത് പുൾ ഓഫ് ചെയ്യാൻ ഇങ്ങനെ പറ്റുമോ, മാത്യു ഇങ്ങനെ അത്ര കലിപ്പിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വേഷത്തിനെ പറ്റിയിട്ട് ആളുകൾ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഫുള്ളി പോസിറ്റീവ് റെസ്പോൺസോടെ കാത്ത്, ഇപ്പോൾ ജോ വരുന്ന സമയത്തൊക്കെ ഉള്ള പോലെ ആയിരിക്കില്ല 18+ൽ മാത്യുവിനെ കാത്തിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ നമുക്കെന്ന് ആൾക്കാർ ചോദിക്കുന്ന സമയത്തെ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടാണോ ആ ക്യാരക്ടർ ചെയ്യുക, അതോ ലൈക്ക് നോർമലി ആണോ? ഞാൻ ഇപ്പോൾ ജോ ആൻഡ് ജോ 18+, ബ്രോമാൻസ് മൂന്നും ഒരു ഡയറക്ടറാണ് എഡിജൻ. അപ്പോൾ എനിക്ക് എഡിജനെ ജോ ആൻഡ് ജോ ആണ് ഫസ്റ്റ് പടം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു 1 ഇയറിൻ്റെ ബന്ധമുണ്ട് എഡിജായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോൾ എഡിജയോടെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, എഡിജനെ ട്രസ്റ്റ് ചെയ്താൽ മതി, അത്ര. അപ്പോൾ വേറെ ഇതും അതൊക്കെ എനിക്ക് കൂടുതൽ ആൾക്കാരൊന്നും ചിന്തിക്കുന്നല്ല, എഡിജെ എന്ത് പറയുന്നു അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. പുള്ളിക്ക് എന്നിൽ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ പടം ഇറങ്ങിയതിന് ശേഷം നല്ല രസമായിട്ട് പുൾ ഓഫ് രണ്ട് രീതിയിലും കമന്റ്സ് ഉണ്ടായിരുന്നു. 18+ ആണെങ്കിൽ ഇവൻ ചെയ്തിട്ടൊരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞ കമന്റ്സും ഉണ്ടായിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് റൊമാൻസിലേക്ക് തന്നെ ഒരു തിരിച്ചു വരികയാണെങ്കിൽ ജസ്റ്റ് ക്യാരക്ടേഴ്സും സർപ്രൈസും ഒക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ഒരു എനർജി കാണുന്ന സമയത്ത് നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഭയങ്കര ഫണ്ണായിരിക്കും തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഷൂട്ടിംഗ് എല്ലാരും ഇങ്ങനെ ഇരിക്കണ്, ഷൂട്ടിംഗ് ലൊക്കേഷൻ നല്ല ഫൺ. അതേ ഫണ്ണായിരുന്നു. അതെ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിങ്ങൾ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മ പങ്കുവെക്കാനുണ്ടോ? എന്തെങ്കിലും കുറച്ച് കുറവായിരുന്നു ശരിക്കും പറയാം. എനിക്ക് കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് കുറവാണ്. ഞാനോർത്ത് എനിക്ക് കുറച്ച് ഫൺ കുറവായിരുന്നു. പക്ഷെ ഉള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഞാനീ പറഞ്ഞ പോലെ എൻ്റെ എനർജി ഇവരുടെ മുമ്പിൽ എൻ്റെ എനർജി ഭയങ്കര കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് മാക്സിമം ആ ചെയ്ത സമയത്ത് നമ്മൾ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു കുറച്ച് ദിവസം ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് ഭയങ്കര രസമുള്ള ഫൈറ്റ് ഒക്കെ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സംഗീതം എന്തായിരിക്കും റൊമാൻസിന്റെ ഏറ്റവും ഒരു? എനിക്ക് ഓർമ്മകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു റൊമാൻസ്. അല്ല, ഭയങ്കര ജീവിതത്തിലുള്ള കുറെ മെയിൻ കാര്യങ്ങൾ സംഭവിച്ചത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പ്രേമലുവിന് ശേഷം ചെയ്ത മൂവിയാണ്. അപ്പം അത്രയും സ്പെഷ്യലായിരുന്നു. കുറേ അത്യാവശ്യം ഭയങ്കര പ്രതീക്ഷയോടെ സ്പെഷ്യലായിരുന്നു. അല്ല അങ്ങനെയല്ല, സംഗീതത്തിനോട് പ്രേമലുവിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അത്രയും ഞങ്ങളുടെ ഒരു ത്രൂ ഔട്ട് അഭിനയിക്കാൻ പറയുമ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും എനിക്ക് തോന്നുന്ന ഒരു 3-4 ദിവസം, എനിക്ക് തോന്നുന്ന ഒരു 10 ദിവസമൊക്കെ ആയപ്പോഴാണ് കറക്റ്റ് എല്ലാവരും പ്രോപ്പർ സിംഗിലേക്ക് എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു, ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ആ ബ്രേക്ക് ഉണ്ടായി. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പിന്നെ അങ്ങോട്ടേക്ക് എല്ലാവരുടെയും ആക്ച്വലി രണ്ടപ്പുറം ഇപ്പുറം ഞാനിവിടെ മാത്യു ഇപ്പുറം ക്യാരവനിലാണ്, ഒറ്റ സിംഗിൾ ക്യാരവൻ. ഞങ്ങള് 10ാമത്തെ ദിവസമാണ് ഡോർ തുറന്ന് ലുഡോ കളിക്കാന്ന് ലുഡോ കളിച്ച് തുടങ്ങിയത്. അന്ന് പടം സ്കെഡ്യൂൾ ബ്രേക്കായി അപ്രതീക്ഷിതമായിട്ട്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ആ എനർജി, ലൈക്ക് ഇപ്പൊ ഞാനും കുറച്ചുള്ള റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മളെ മോട്ടിവേറ്റ് അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ ആ സ്നേഹം അങ്ങോട്ട് കറക്റ്റായിട്ട് വർക്കായി. പിന്നെ നമ്മളെല്ലാവരും ഈ ഡോറ് പയ്യെ പിന്നെ തുറക്കാൻ തുടങ്ങി. പിന്നെ ഒറ്റ സ്ഥലത്തായി, എല്ലാവരും ഒരു സ്പേസിലായി. അങ്ങനെ ഭയങ്കര
ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉള്ളതല്ല, ഇതൊന്നും അല്ല പരിപാടി. ഷാജോൺ ചേട്ടന്റെയും പറയണ്ട, ഷാജോൺ ചേട്ടൻ എനർജിയോട് കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങള് ചില സീനൊക്കെ ഇരിക്കുമ്പോ എല്ലാരും ഉള്ള സീനിലൊക്കെ ഇപ്പൊ വണ്ടിയുടെ ഉള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഷാജോന്റെ വണ്ടി ഓടിക്കുന്നത് ബാക്കിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ അപ്പൊ ടേക്കിന് ആക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും അലമ്പാണ്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഷാജോൻ ചേട്ടൻ ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോയാലോ. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഷാജോൻ ചേട്ടൻ തുടങ്ങി ഫുള്ളലമ്പാ എല്ലാരും. ഇതിനകത്തൊരു പജീറോഡ് അകത്ത് കുറെ പരിപാടികളായിട്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ട്. കുറെ ട്രാവൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഈ ഫുൾ ടൈം ഇതിനകത്താ ഓരോ കാര്യങ്ങൾ പറഞ്ഞും. എനിക്ക് അമൽ ഡേവിസിന്റെ ഒരു പടത്തിന്റെ ഈ ഇപ്പോഴും ആളുകൾ ഒരുപാട് ഇഷ്ടത്തിൽ പറയുന്ന ഒരു കഥാപാത്രമാണ് അത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്തും ശരിക്കും നോക്കുമ്പോൾ ആ സിനിമയിൽ പ്രധാന കഥാപാത്രത്തിൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് വരുന്നത്. അപ്പം പ്രേമലും ഒരുപാട് കാര്യങ്ങളിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള സിനിമയാണ്. അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് ഇത്രയും മനുഷ്യരെ ചിരിപ്പിച്ചുകൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുക, ആദീനെ പോലത്തെ ഒരു ക്യാരക്ടർ അതിനകത്ത് ഉണ്ടാവുക. പക്ഷെ അതിനകത്ത് എല്ലാവരും പറയുന്നത് യൂഷ്വലി നായകൻ്റെ കൂടെ വരുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കഥാപാത്രമായിരിക്കും. അയാൾക്ക് നായകനായിരിക്കും എല്ലാം ചെയ്യാനുണ്ടാവുക, ഇയാൾ അതിൻ്റെ കൂടെ തട്ടുകെട്ട് ഇങ്ങനെ പോകാന്നുള്ളതായിരിക്കും. ഇതിനകത്ത് കാർത്തികയാണെങ്കിലും അമൽ ഡേവിസ് ആണെങ്കിലും അവർക്കൊരു ക്യാരക്ടർ സ്കെച്ച് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കണ സമയത്ത് തന്നെ അത് ഫീൽ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഗിരീഷ് ഏടീൻ്റെ ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിലും പിന്നീട് വരുന്ന എഡിറ്റിലൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫൈനൽ പ്രൊഡക്റ്റ് കാണുന്ന സമയത്താണോ അമൽ ഡേവിസിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്? അല്ല, എനിക്ക് പെർഫോം ചെയ്ത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അത്രത്തോളം ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ടായില്ല. അതായത് ക്യാരക്ടറിന്റെ ഒരു സ്പേസ് കൂടുതലാണ് ത്രൂ ഔട്ട് ഉണ്ടെന്നുള്ളത് അറിയാമെന്നല്ലാതെ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഗിരീഷ് ഏട്ടൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നെസ്ലിനും കൂടി ഇരിക്കുമ്പോഴേക്കും എൻ്റെ തോളത്തെ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞ് ഇതിൽ നീയും ഇവനും വർക്കാവണം, എന്നാലേ പടം വർക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അത്രയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുന്നു. പയ്യാണ് ഇത് പെർഫോം ചെയ്ത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ ക്യാരക്ടറിന് ഭയങ്കര വേറൊരു സ്പേസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു. പക്ഷെ ഒരിക്കലും ഈ ഒരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 വയസ്സുള്ള കുട്ടി തുടങ്ങി 60 വയസ്സുള്ള അപ്പൂപ്പൻ വരെ നമ്മളെ ഭയങ്കര വീട്ടിലൊരാളായിട്ട് കാണുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇപ്പം ഞാൻ റൊമാൻസ് ചെയ്യുമ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആ സ്നേഹം പോകരുത് എന്നുള്ള പരിപാടിയായിരുന്നു. ഞാൻ കുറേ കഥകളൊക്കെ കേട്ടായിരുന്നു, ഒരുപാട് പരിപാടികൾ ഇപ്പോൾ കേട്ടു. പക്ഷെ റൊമാൻസ് വന്നപ്പോഴായിരുന്നു ഒരു ഭയങ്കര സന്തോഷത്തോടെ ഇപ്പോൾ ഒരു അമൽ ഡേവിസ് ഇത് കഴിഞ്ഞിപ്പോൾ ഹരിഹരസുധൻ എന്നാണ് പടത്തിലെ ക്യാരക്ടറുടെ പേര്. അപ്പോൾ ആ പേര് തുടങ്ങി ക്യാച്ചായി തുടങ്ങി. ഓക്കെ, പിന്നെ അങ്ങോട്ടേക്ക് ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം വരുമ്പോൾ ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉണ്ടല്ലോ ഇപ്പോൾ ജസ്റ്റ് ക്യാരക്ടറിനും സിനിമയ്ക്കും കിട്ടുന്ന ഒരു വിജയത്തിനപ്പുറം ഈ അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കൂട്ടുകാരൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു അമൽ ഡേവിസ് വേണം, അങ്ങനെ പറയുന്ന ഒരു സ്പേസിലേക്ക് നമ്മുടെ ക്യാരക്ടർ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഇപ്പോൾ മഹിമയുടെ ഒരു കരിയറിൻ്റെ ഇപ്പോൾ 2 ഭാഷയിലൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു സംഗീതത്തിന് ഇപ്പോൾ അമൽ ഡേവിസ് ഭയങ്കര ക്ലോസ് ആയിരിക്കുമല്ലോ. അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതുവരെ കരിയറിൽ ചെയ്തില്ല ക്യാരക്ടർ ആരായിരിക്കും? അയ്യോ, അങ്ങനെ വെച്ചാ 2-3 പേരുണ്ടെങ്കിൽ ഇപ്പോഴും ഓർത്ത് നടക്കുന്ന ചിലരുടെ തോന്നുമല്ലോ. അമൽ ഡേവിസാ, അർജുൻ അമൽ ഡേവിസ്. എന്റെ ക്യാരക്ടർ വെച്ചേ ഞാൻ ചെയ്ത ക്യാരക്ടർ എന്താ ഞാൻ ചെയ്ത ക്യാരക്ടർ അമൽ ഡേവിസ്. എല്ലാവർക്കും അമൽ ഡേവിസിനെ മതി. അമൽ ഡേവിസിന് ഇവരങ്ങനെ പലതും പറയും. എന്റെ ക്യാരക്ടർ അല്ലേ റൊമാൻസിൽ ഐശ്വര്യ ഐശ്വര്യ അമൽ ഡേവിസ് അല്ലേ ഐശ്വര്യ പപ്പണ്ണ ഇവളല്ല കേട്ടോ. ഞാനല്ലേ? നീ ഇവൻ എന്താ പറയണേ? ഞാനല്ലേ തമ്പി? എന്തൊക്കെയോ എന്റെ പേര് ഐശ്വര്യ എന്നാ, മറ്റേ സർനെയിം എന്താ നിങ്ങൾ കൂട്ടി വായിച്ചോ? ഇവളല്ലാന്ന് പറഞ്ഞില്ലേ? അപ്പോഴും ഇപ്പോഴും ഞാൻ പറഞ്ഞ അമൽ ഡേവിസ്. അർജുന അശോകൻ ആരായിരിക്കും ഏറ്റവും ഒരു 2-3 പേര് പറയാമോ? എന്നാലും പറഞ്ഞു, സമയമുണ്ടല്ലോ നമുക്ക്. ഹംസ, സിനുമോൻ, പിന്നെ ആസാദ്, കുറെ ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഇപ്പം നമുക്കിങ്ങനെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞു ആ സിനിമയിൽ ഈ കഥാപാത്രത്തിന് ചിലപ്പോൾ ഒരു എൻഡിങ് ഉണ്ടാവും, അതിനുശേഷം നമുക്കിങ്ങനെ ചിലപ്പോൾ തോന്നുമല്ലോ
സിനിമ കഴിഞ്ഞാൽ എന്നാലും നമുക്ക് ഈ ക്യാരക്ടർ എന്തായിരിക്കും ഇനി ഉണ്ടാവുക, അയാൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ തോന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയ കഥാപാത്രം ഉണ്ടോ? അങ്ങനെ അതൊന്നും ഓർക്കാനൊന്നും ഉണ്ടാവില്ല. അടുത്ത പടം ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ എനിക്ക് സിനു രോമാഞ്ചത്തിന്റെ ഒന്ന് ആഗ്രഹമുണ്ട്. ആ ഓക്കെ. അങ്ങനെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതെ. രോമാഞ്ച 2നെ പറ്റിയൊക്കെ എന്തെങ്കിലും സിനിമയൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. തന്നെ എനിക്ക് അറിയാത്തോണ്ടാ എന്ന് പറയാത്ത, അറിയെങ്കിൽ എന്തായാലും പറയും. മാത്യുവിനെ ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്സെപ്റ്റൻസും ആഘോഷിച്ചത് ഇപ്പോൾ കൊമ്പളങ്ങി നൈറ്റ്സ് തൊട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ഒരു ക്യാരക്ടർ ആരായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ആ ക്യാരക്ടർ എന്താ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക എന്ന് ഇടയ്ക്ക് ആലോചിക്കുന്നത്? അങ്ങനെ ആലോചിക്കാറില്ല. ഫേവറേറ്റ് എല്ലാം ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ എനിക്ക് ലവ്ലി എന്ന് പറഞ്ഞൊരു പടം, കുമ്പിട്ടല്ലോ നീ. ലവ്ലി എന്ന് പറഞ്ഞ പടം വരാനുണ്ട്. അപ്പൊ അതിലെ ക്യാരക്ടർ എനിക്ക് കുറച്ചൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് തോന്നുന്നു. ലവ്ലി കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈവ് ആക്ഷൻ ഹൈബ്രിഡ് ഫിലിമാണ്. ഒരു ഇൻസെക്ട് ഒക്കെ ഉണ്ട്. ഈച്ചനെ ബേസ് ചെയ്തിട്ട്. അതാണ്. റൊമാൻസിലുണ്ട് ഒരു തേനീച്ച. റൊമാൻസിലെ തേനീച്ചയ്ക്ക് എന്തെങ്കിലും വെറുതെ അല്ല, റൊമാൻസിൽ എന്തിനാ തേനീച്ച? പോസ്റ്ററിൽ എന്താ തേനീച്ച? അത് പറ. അത് പറ. നിങ്ങൾ പുതിയ എന്തെങ്കിലും ഉണ്ടാക്കി പറ. റൊമാൻസിൽ അത് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് സത്യമായിട്ടും അതിന്റെ ടൈറ്റിൽ നോക്കിയാൽ തന്നെ അതിനകത്ത് മറ്റേ ഏയുടെ അകത്ത് തന്നെ ഒരു തുള്ളിയൊക്കെ ഉണ്ടോ? ഓയുടെ അകത്ത് മറ്റേ അതിന്റെ ബാക്കിലത്തെ ഡിസൈനിലാണല്ലേ ഡിസൈൻ. അപ്പൊ ഒരു സംഭവം ഉണ്ട് ഇതിൽ തന്നെ. തേനീച്ചയുടെ പുറത്താണ് കയറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ തേനുണ്ട്, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ. മാറ്റിയിരിക്കുന്നത് തേനീച്ചയുടെ പുറത്താ. ടെക്സ്ചർ ഉണ്ട് ഫുൾ. കണ്ടാ വിരാജ്പേട്ടൊക്കെ ഉണ്ട്. വിരാജ്പേട്ട് കയ്യിൽ കണ്ടില്ല. കോഫി മഗ് ഉണ്ട്. അത് പറയാൻ പറ്റാത്തൊരു ഒരുപാട് ബ്രില്യൻസുകൾ ടോപ്പിലുള്ള ഇത് എന്താന്ന് ക്രാക്ക് ചെയ്യണോട്ടല്ലേ. അതൊരു പരിപാടി. നല്ലൊരു കിടിലൻ. അതൊരു ഹൈബ്രിഡ്. അത് ഇച്ചിരി കഷ്ടപ്പാടല്ല. എന്താ അല്ലല്ല, അത് അറിയാവുന്നവർക്ക് അത് അറിയായിരിക്കും. ഇപ്പൊ കൊറേ പേർക്ക് മനസ്സിലായിട്ട്. ആണോ? എനിക്കതറിയില്ല. ബ്രൊമാൻസിനെ പറ്റി നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ, മറ്റ് പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ബ്രൊമാൻസിനെ പറ്റി എനിക്കറിയാം, കുറെ സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇത്രയൊക്കെയാണ് പറയാൻ പറ്റുന്നത്. സർപ്രൈസുകളൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ അല്ല, കഥ പറയാൻ പറ്റില്ലല്ലോ. നമ്മള് ആ ഒരു ഫ്രഷ്നെസ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും പറയാതെ, ബേസിക്കലി ഒന്നുമില്ല. ഒരു പോപ്കോൺ കണ്ട് പോപ്കോൺ കണ്ട് കഴിക്കാൻ കഴിച്ച് കാണാം. കഴിക്കാന്നല്ല, അല്ല അത് ഇത് പൃഥ്വിരാജ് പറഞ്ഞതല്ലേ എമ്പുരാനെ പറ്റിയിട്ട്? ഇപ്പൊ ഈ ഡയലോഗ് ആണോ? അല്ല, ഞാനത് കണ്ടില്ല. തമിഴ് പടത്തിൽ വെച്ചിരുന്നാണ്. അല്ല ഇതൊക്കെ പോപ്കോൺ കണ്ട് കഴിക്കാം. എല്ലാ പടവും ഈസി വാച്ച് ആണ്. ആലോചിക്കേണ്ട. എനിക്കോട് ഫാമിലിക്കൊക്കെ ഭയങ്കര വർക്ക് ആവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം കുറെ ചിരിക്കാൻ പണ്ടൊക്കെ പറയൂല്ലോ, ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭയങ്കര കുടുംബ പടങ്ങളാണ്. അങ്ങനെയല്ലോ. നിങ്ങൾ ബാക്കി പ്രോജക്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു വരുമായിരുന്നു. എന്താണ് ഇനി എന്റെ റൊമാൻസ് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ ഗെറ്റ് സെറ്റ് ബേബി റിലീസ് ആണ്. ഒരു വലിയ ക്യാരക്ടറൊന്നും അല്ല, പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങാനുള്ള പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഷറഫുദ്ദീൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പ്രണീഷ് വിജയാണ് ഡയറക്ടർ. അതൊരു ഫൺ പടമാണ്, ഭയങ്കര രസമുള്ളൊരു പടമാണ്. ഞാനിപ്പോൾ കറൻലി ഒരു തെലുങ്ക് പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ അവർ പുറത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, കേരളത്തിൽ തന്നെ ആയിരുന്നു ഷൂട്ട്. ഇപ്പോൾ അടുത്ത ഷെഡ്യൂൾ ഹൈദരാബാദിൽ. അപ്പോൾ അതാണ് കൊണ്ടിരിക്കുന്നത്. എന്താണ് എനിക്കിപ്പോൾ ഉടനെ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ട് സത്യൻ അന്തിക്കാട് മോഹൻലാലിൻ്റെ മൂവിയാണ്. അപ്പോൾ എല്ലാത്തിനും റിയാക്ഷൻ ഉണ്ടല്ലേ. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് ബോബി സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഗരുഡന്റെ അതെങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അത് രണ്ടുപേരാണല്ലോ. ബോബി സഞ്ജയ് എഴുതി അരുൺ വർമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗരുഡന്റെ ഡയറക്ടർ ചെയ്യുന്ന മൂവിയാണ്. എഡിറ്റിംഗ് പറയാൻ പറഞ്ഞു. സർക്കിട്ട് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു, ആസിഫ് അലിയുടെ ഒരു സർക്കിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പടം, അടിപൊളി പടം. പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, രസമുള്ളൊരു ഫേസ്ബുക്കിൽ അത് 1100 നുണകൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറുടെ താമര. ഭയങ്കര ഒരു ഫീൽ ഗുഡ്. ഒരു 1100 ഇത് താരസമിൻ പറഞ്ഞൊക്കെ പോലത്തെ ഒരു വൈബുള്ള അതുപോലത്തെ ഒരു വൈബുള്ള ഒരു മൂവി.
മഹിമയുടെ എന്താണ്? എനിക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് തെലുങ്കിലെ ഒരു പ്രോജക്റ്റാണ്, പിന്നെ കന്നഡ, ഒരു തമിഴ്. ഓ അത് ശരിക്കും പറഞ്ഞത് തന്നെയായിരുന്നില്ലേ നേരത്തെ? തമാശ പറഞ്ഞാൽ ഓർത്തോപ്പോ അതൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ബംഗാളൊന്നുമല്ല, അതെ എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ അവിടെ നിന്ന് അല്ല, ഈ പ്രോജക്ട്സ് ഒന്നും അനൗൺസ് അയ്യോ ചെയ്തിട്ടില്ല. പറയാൻ പറഞ്ഞു പ്രേമലു 2 ഉണ്ട്. അയ്യോ ഉടനെ ഉണ്ട്. അതിന്റെ ഷൂട്ട് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. പ്രോജക്ട് എന്ന് പറയുമ്പോൾ അത് അത് പിന്നെ ഞങ്ങളുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അർജുൻ അശോകന്റെ എന്തൊക്കെയാണ്? ഇത് കുറച്ചുണ്ട്. എന്തൊന്നിനും പറയാതെ കുറച്ചുണ്ട്, കുറവുണ്ട്. അനൗൺസ് ചെയ്യാത്ത പ്രോജക്ട്സ് സുമതി നടന്നുകൊണ്ടിരിക്കണ് റൊമാൻസ്. സുമതികളും ഒരുപാട് ദിവസത്തെ ഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കൂടി ബാക്കി. ഓക്കെ ഓക്കെ. അതിന്റെ ഇറങ്ങാൻ ലവ്ലി, പിന്നെ തമിഴിലൊരു നിലനിൽക്കാൻ ധനുഷ് ഡയറക്ട് ചെയ്ത അതിൽ പാട്ട് നൈസായിരുന്നു, വൈറലായിരുന്നു. ഇതിൽ 1-2 പടങ്ങൾ എനിക്കും ഞാനും ഉണ്ടാവേണ്ടിരുന്ന പടം. സുമതി വളവ്, ബേബി ഒക്കെ ഞാൻ എനിക്ക് മറ്റേ ഡേറ്റ് ക്ലാഷ് ടൈമില്ല, ഡേറ്റ് ഇല്ല ഉള്ളത് കാരണം മിസ്സായ പടങ്ങളാണ്. വളർച്ചയുടെ ആ തലം. ഓക്കെ. അപ്പോൾ റൊമാൻസ് ഒരു നല്ല ഈ പറഞ്ഞ പോലെ പോപ്കോൺ കണ്ട് പോപ്കോൺ കഴിച്ച് നമുക്ക് വിടാം. കാണാൻ പറ്റുന്ന ഇല്ല ഞാൻ പറയുന്നില്ല, പോപ്കോൺ വേണ്ട, പോപ്കോൺ ഇല്ല, അത് ഒഴിവാക്കി. നാച്ചോസ് ഇല്ല ഒന്നുമില്ല, ഒന്നും കഴിക്കണ്ട. വെറുതെ കണ്ടാൽ മതി സിനിമ. അപ്പോൾ റൊമാൻസ് ഒരു ഗംഭീരമായിട്ട് നല്ല ഫൺ എന്റർടൈനിങ് മൂവി ആയിട്ട് വരട്ടെ. ഫെബ്രുവരിയിൽ ഒരുപാട് രസമുള്ള മറ്റു പടങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ റൊമാൻസ് നല്ലൊരു വിജയമായി മാറട്ടെ. എല്ലാ പടങ്ങളും നല്ലൊരു വിജയമാണ്. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകളാണ് വരാനിരിക്കുന്നത്, പല പല ഓണർ രസമുള്ള പടങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം റിപ്പോർട്ടർ ടിവിയോട് സംസാരിച്ചതിന് നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.